ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതിർഷദാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണദുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം, നവമോധ്യായം. 2 ക്ലാസ് കഴിഞ്ഞു. ഇനി അവസാന ഭാഗമാണ് അധ്യായത്തില്. ഇക്ഷ്വാകു വംശചരിതം തുടരുന്നു. അതിൽ മാന്ധാതാവിന്റെ വംശത്തിലെ, ഭഗീരഥന്റെ വംശത്തിലെ സൗദാസന്റെ കഥയാണ് അവസാനം പറഞ്ഞത്. സൗദാസന്റെ ശാപകഥയും അദ്ദേഹം ഒരു ബ്രാഹ്മണ ദമ്പതികളിൽ പുരുഷനെ ഭക്ഷിച്ചതുമായിട്ടുള്ള കഥ. അത് നിമിത്തമായിട്ട് വീണ്ടും ശാപം. അങ്ങനെ ശാപത്തിന്റെ മേൽ ശാപം. വസിഷ്ഠ മഹർഷിയുടെ ശാപം കൊണ്ട് രാക്ഷസനായി തീർന്നു. പിന്നീട് ബ്രാഹ്മണ സ്ത്രീയുടെ ശാപം കൊണ്ട് അദ്ദേഹത്തിന് അനപത്യത, ദുഃഖം, ദോഷം വന്നു ചേരുന്നു. സന്തതി ഉണ്ടാവാൻ സാധിക്കില്ല, ദാമ്പത്യത്തിൽ ഏർപ്പെടാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു ശാപം കൂടി ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? അഥവാ ഈ സൗദാസൻ ശാപമോചനം ലഭിച്ചതിന് ശേഷം 12 വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ ശാപം ചുരുക്കി കൊടുത്തിരുന്നു വസിഷ്ഠൻ. അങ്ങനെ ശാപമുക്തനായ അദ്ദേഹം സന്തതി ഉണ്ടാവാൻ വസിഷ്ഠനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ആ വസിഷ്ഠൻ തന്നെയാണ് സൗദാസന്റെ പത്നിയായ മദയന്തിയിൽ സന്തതി ഉൽപാദനം ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പിന്നീട് ആ വംശപരമ്പര തുടരുന്നതും പറയുന്നു. നമുക്ക് ആദ്യം വായിച്ചിട്ട് കാണാം. നമുക്ക് നവമാധ്യായം 16 ശ്ലോകം മുതൽക്ക് കാണാം. ആദ്യത്തെ 15 ശ്ലോകം നമ്മൾ ഇന്നലെ രാവിലെ കണ്ടു. 16 മുതൽക്കുള്ളത് ഇന്നലെ വൈകുന്നേരം കണ്ടതാണ്. 36 വരെ. ഇനി ബാക്കിയുള്ള കുറച്ച് ശ്ലോകങ്ങളെ നമുക്കിന്ന് കാണാനുള്ളൂ. ഈ അധ്യായത്തിൽ നോക്കാം. അപ്പോൾ 16 മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ നവമോധ്യായഃ. ശ്രീശുക ഉവാച. 16 ശ്ലോകം മുതൽ ഭഗീരഥന്റെ വംശം പറയുന്നതാണ്. അതുവരയ്ക്ക് ഭഗീരഥന്റെ ചരിത്രവും അഥവാ ഗംഗാ അവതരണവും പറഞ്ഞു കഴിഞ്ഞു. ശ്രുതോ ഭഗീരഥാജ്ഞേ തസ്യ നാഭോപരോഭവത്. സിന്ധുദ്വീപസ്തതസ്തസ്മാത് അയുതായുസ്തതോഭവത്. ഋതുപർണോ നളസഗോ യോ അശ്വവിദ്യാം അയാത് നളാത്. ദത്വാക്ഷഹൃദയം ചാസ്മൈ സർവകാമസ്തു തൽസുതഃ. തതസുദാസസ്തൽപുത്രോ മദയന്തീപതിർനൃപ. ആഹുർമിത്രസഹം യം വൈ കൽമാഷാംഗ്രിം ഉത ക്വചിത്. വസിഷ്ഠശാപാത് രക്ഷോഭൂത് അനപത്യഃ സ്വകർമ്മണാ. രാജോവാച. കിം നിമിത്തോ ഗുരോ ശാപഃ സൗദാസസ്യ മഹാത്മനഃ. ഏതദ്വേദിതുമിച്ഛാമഃ കഥ്യതാം നരഹോ യദി. ശ്രീശുക ഉവാച. സൗദാസോ മൃഗയാം കിഞ്ചിച്ചരൻ രക്ഷോ ജഘാനഃ. മുമോച ഭ്രാതരം സോദഗതഃ പ്രതിചികീർഷയാ. സചിന്തയന്നഘം രാജ്ഞഃ സൂതരൂപധരോ ഗൃഹേ. ഗുരവേ ഭോക്തുകാമായ പക്ത്വാ നിന്യേ നരാമിഷം.
പരിവേക്ഷ്യമാണം ഭഗവാൻ വിലോക്യാഭക്ഷ്യം അഞ്ജസ രാജാനമശപത്ക്രുദ്ധോ രക്ഷോ ഹ്യേവം ഭവിഷ്യസി. രക്ഷകൃതം തദ്വിദിത്വാ ചക്രേ ദ്വാദശവാർഷികം സോപ്യപോഞ്ജലിനാദായ ഗുരും സപ്തും സമുദ്യതഃ. വാരിതോ മദയന്ത്യാ പൗരുഷതീഃ പാദയോർജഹൗ ദിശഖം അവനീം സർവം പശ്യൻ ജീവമയം നൃപഃ. രാക്ഷസം ഭാവമാപന്നഃ പാദേ കൽമാഷകാം ഗതഃ വ്യവായകാലേ ദദൃശേ വനൗഗോ ദമ്പതി ദ്വിജൗ. ക്ഷുധാർത്തോ ജഗൃഹേ വിപ്രം തൽപത്ന്യാഃ കൃതാർത്ഥവത് ന ഭവാൻ രാക്ഷസ സാക്ഷാദിക്ഷ്വാഗുണം മഹാരഥഃ. മദയന്ത്യാഃ പതിർവീര നാധർമ്മം കർത്തുമർഹസി ദേഹി മേ അപത്യകാമായാഃ അകൃതാർത്ഥം പതിം ദ്വിജം. ദേഹോയം മാനുഷോ രാജൻ പുരുഷസ്യാഖിലാർത്ഥതഃ തസ്മാദസ്യ വധോ വീര സർവാർത്ഥവധ ഉച്യത്തെ. ഏഷ ഹി ബ്രാഹ്മണോ വിദ്വാൻ തപശീലഗുണാന്വിതഃ ആരിരാദയശുർബ്രഹ്മ മഹാപുരുഷ സംജ്ഞിതം. സർവഭൂതാത്മഭാവേന ഭൂതേഷന്തർഹിതം ഗുണൈഃ. സോയം ബ്രഹ്മർഷിവർയസ്തേ രാജർഷി പ്രവരാദ് വിഭോ കഥമർഹതി ധർമ്മജ്ഞവധം പിതുരിവാത്മജഃ. തസ്യ സാദോരപാപസ്യ ഭ്രൂണസ്യ ബ്രഹ്മവാദിനഃ കഥം പദം യദാ ബഭ്രോഃ മന്യത്തെ സന്മതോ ഭവാൻ. യദ്യയം ക്രിയതേ ഭക്ഷഃ തർഹി മാം ഖാദ പൂർവതഃ ന ജീവിഷ്യേ വിനായേന ക്ഷണം ച മൃതകം യദാ. ഏവം കരുണഭാഷിണ്യാഃ വിലപന്ത്യാ അനാദവത് വ്യാഘ്ര പശുമിവാഘാദത് സൗദാസഃ ശാപമോഹിതഃ. ബ്രാഹ്മണീ വീക്ഷ്യ ദിദിഷും പുരുഷാദേന ഭക്ഷിതം ശോചന്ത്യാത്മാനമുർവീശം അശപത് കുപിതാ സതി. യസ്മാന്മേ ഭക്ഷിതഃ പാപ കാമാർത്തായാപതിസ്ത്വയാ തവാപി മൃത്യുരാധാനാത് അകൃതപ്രജ്ഞ ദർശിതഃ. ഏവം മിത്രസഹം ശപ്ത്വാ പതിലോകപരായണ തദസ്തീനി സമിദ്യഗ്നൗ പ്രാസ്യ ഭർത്തുർഗതിം ഗതാ. വിശാപോ ദ്വാദശാബ്ദാന്തേ മൈഥുനായ സമുദ്യതഃ വിജ്ഞായ ബ്രാഹ്മണീ ശാപം മഹിഷ്യാ സ നിവാരിതഃ. തത ഊർധ്വം സതത്യാജ സ്ത്രീ സുഖം കർമ്മണാ അപ്രജാഃ വസിഷ്ഠസ്തദനുജ്ഞാതോ മദയന്ത്യാ പ്രജാം അഗ്രാത്. സാ വൈ സപ്തസമാഗർഭം അഭിബ്രൻ ന വ്യജായത ജഗ്നേ അശ്മനോദരം തസ്യാഃ സ്വാംശകസ്തേന ഗദ്യതേ സ്വാശ്മകസ്തേന ഗദ്യതേ. അശ്മകാത് മൂലകോ ജജ്ഞേ യസ്ത്രീഭിഃ പരിരക്ഷിതഃ നാരീ കവച ഇത്യുക്തോ നിക്ഷത്രേ മൂലകോ ഭവത്. തതോ ദശരഥസ്തസ്മാത് പുത്ര ഐഡവിഡസ്തതഃ രാജാ വിശ്വസഹോ യസ്യ ഗട്വാംഗശ്ചക്രവർത്യഭൂത്. യോ ദേവൈരർത്ഥിതോ ദൈത്യാനവധീദ്യുതി ദുർജയഃ മുഹൂർത്തമായുർജ്ഞാത്വൈത്യ സ്വപുരം സന്തതേ മനഃ. ന മേ ബ്രഹ്മകുലാത് പ്രാണാഃ കുലദൈവാന്ന ചാത്മജാഃ ന ശ്രിയോ ന മഹീരാജ്യം ന ദാരാശ്ചാപി വല്ലഭാഃ. ന ബാല്യേപി മതിർമഹ്യം അധർമ്മേ രമതേ ക്വചിത് നാപശ്യമുത്തമശ്ലോകാദന്യത് കിഞ്ചന വസ്ത്വഹം. ദേവൈ കാമവരോ ദത്തോ മഹ്യം ത്രിഭുവനേശ്വരൈഃ ന വൃണേതമഹം കാമം ഭൂതഭാവന ഭാവനഃ. യേ വിക്ഷിപ്തേന്ദ്രിയധിയോ ദേവാസ്തേ സ്വഹൃദി സ്ഥിതം ന വിന്ദന്തി പ്രിയം ശശ്വതാത്മാനം കിമുതാപതേ. അദേശമായാരചിതേഷു സംഗം ഗുണേഷു ഗന്ധർവപുരോമമേഷു രൂഢം പ്രകൃത്യാത്മനി വിശ്വകർത്തുഃ ഭാവേന ഹിത്വാ തമഹം പ്രപദ്യേ. ഇതി വ്യവസിതോ ബുദ്ധ്യാ നാരായണ ഗൃഹീതയാ
ഹിത്വാന്യഭാവമജ്ഞാനം തതസ്വം ഭാവമാശ്രിതഃ യത്തദ് ബ്രഹ്മ പരം സൂക്ഷ്മം അശൂന്യം ശൂന്യകൽപ്പിതം ഭഗവാൻ വാസുദേവേതി യം ഗൃണന്തി സത്വതഃ. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ സൂര്യവംശാനുവർണ്ണനെ നവമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം, സുപ്രഭാതം. ഭാഗവത ജ്ഞാനഗംഗ തുടരുന്നു. ഇന്നലെ രാവിലെ 9-ാം അധ്യായം, നവമസ്കന്ധത്തിലെ 9-ാം അധ്യായം, ഭഗീരഥ ചരിത്രം, ഭഗീരഥ തപസ്, ഗംഗാ അവതരണം, ഗംഗാ മാഹാത്മ്യം, ഈ കാര്യങ്ങൾ അടങ്ങുന്ന 15 ശ്ലോകങ്ങൾ കണ്ടു. അതിനുശേഷം വൈകുന്നേരം നമ്മൾ 16 മുതൽ 36 വരെയുള്ള 21 ശ്ലോകങ്ങൾ കണ്ടു. അതിൽ ഭഗീരഥന്റെ പുത്രനായി ശ്രുതൻ ജനിച്ചു. അവന്റെ പുത്രൻ നാഭൻ, അവന്റെ പുത്രൻ സിന്ധുദ്വീപൻ, അവന്റെ പുത്രൻ അയുതായു, അവന്റെ പുത്രൻ ഋതുപർണൻ. നമ്മുടെ നളചരിതം കഥയിലെ നളനെന്ന നായകന് അദ്ദേഹം എന്താ പറയുക, ആ നളനിൽ നിന്ന് അശ്വഹൃദയം അഭ്യസിച്ച് അക്ഷഹൃദയം അങ്ങോട്ട് എക്സ്ചേഞ്ച് ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ ചൂതുകളിയുടെ രഹസ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവന്റെ പുത്രനായി സർവകാമൻ, ഋതുപർണന്റെ പുത്രനായി സർവകാമൻ, അവനിൽ നിന്ന് പുത്രനായി സുദാസൻ, മദയന്തീപതിയും മിത്രസഹൻ എന്നറിയപ്പെടുന്നവനും കൽമാശാംഗ്രി എന്നറിയപ്പെടുന്നവനുമായിട്ടുള്ള സുദാസൻ ജനിച്ചു. അദ്ദേഹം വസിഷ്ഠശാപം കൊണ്ട് രാക്ഷസനായി ഭവിച്ചു, തന്റെ കർമ്മം കൊണ്ട് അനപത്യനായും ഭവിച്ചു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പരീക്ഷത്ത് രാജാവ് എന്ത് നിമിത്തമാണ് ഗുരുവിന്റെ ശാപമുണ്ടായത്, അത് രഹസ്യമല്ലെങ്കിൽ പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് സൗദാസന്റെ ആ ശാപകഥ പറഞ്ഞു. സൗദാസൻ നായാട്ടിന് പോയതായിട്ടുള്ള സമയത്ത് ഒരു രാക്ഷസനെ വധിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരനായ ഒരു രാക്ഷസനെ വെറുതെ വിട്ടു, അഭയം കൊടുത്തു. എന്നാൽ അവൻ പ്രതികാരം ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ട് വേഷം മാറി സൗദാസന്റെ രാജധാനിയിലെ സൂതനായി അഥവാ പാചകക്കാരനായി വന്ന് വസിഷ്ഠ മഹർഷി ഭക്ഷണത്തിനായി വന്ന സമയത്ത് അദ്ദേഹത്തിന് മനുഷ്യമാംസം പാചകം ചെയ്ത് കൊടുക്കുകയും അത് രാജാവ് വസിഷ്ഠന് ഉപചാരം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് തിരിച്ചറിഞ്ഞതായിട്ടുള്ള വസിഷ്ഠൻ ഇതിന് കാരണക്കാരൻ സൗദാസനാണെന്ന് കരുതി അദ്ദേഹത്തെ ശപിച്ചു, നീ രാക്ഷസനായി പോ എന്ന്. പക്ഷെ പിന്നീട് മനസ്സിലായി മറ്റൊരു രാക്ഷസന്റെ പണിയാണിത് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ശാപമോക്ഷം 12 വർഷമാക്കി കൊടുത്തു. രാക്ഷസ ജന്മം, രാക്ഷസ ജീവിതം. ആ സമയത്ത് നമ്മുടെ സൗദാസൻ വസിഷ്ഠനെ ശപിക്കാനായിട്ട് കയ്യിൽ ജലമെടുത്തിരുന്നു, ആ മന്ത്രങ്ങൾ ഉച്ചരിച്ചിരുന്നു. പക്ഷേ മദയന്തി അദ്ദേഹത്തെ അതിൽ നിന്ന് നിവാരണം ചെയ്തു. ഭാര്യ തടഞ്ഞു, ഗുരുവിനെ ശപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വെള്ളം എവിടേക്കും ഉപേക്ഷിക്കാൻ വഴിയില്ല, എവിടെ ഉപേക്ഷിച്ചാലും അവിടെ നശിച്ചു പോകും. അതുകൊണ്ട് സർവ്വഭൂതങ്ങളുടെയും ആ ഒരു ദുഃഖം കണ്ട് ആ മദയന്തി ഇദ്ദേഹത്തിന്റെ കാലിൽ തന്നെ അതിനെ ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ശാപത്തിനായി എടുത്ത ജലം തന്റെ കാലിൽ തന്നെ ഒഴിച്ചു. അവസാനം ഇദ്ദേഹം രാക്ഷസനായി തീർന്നപ്പോ അദ്ദേഹത്തിന്റെ കാലുകൾ കറുത്ത ഒരു എന്താ പറയുക, ദുഷിച്ച രൂപത്തിലായി. അതുകൊണ്ട് അദ്ദേഹത്തിന് കൽമാശപാദൻ, കൽമാശാംഗ്രി എന്നൊക്കെ പേര് വന്നു. അദ്ദേഹം ഭാര്യയുടെ വാക്ക് കേട്ട് നല്ലത് ചെയ്തതുകൊണ്ട് മിത്രസഹൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ടായി. അപ്പോ അങ്ങനെ അദ്ദേഹം രാക്ഷസനായിരിക്കെ ഒരു ദമ്പതികൾ, ബ്രാഹ്മണ ദമ്പതികൾ
മൈഥുനകാലത്തിൽ അതിൽ വിശന്നു പോയതായിട്ടുള്ള ഈ സൗദാസൻ അഥവാ കൽമാശപാതൻ ഒരാളെ, ആ ബ്രാഹ്മണനെ പിടിച്ച് ഭക്ഷിക്കാനായിട്ട് ആരംഭിച്ചു. ആ സ്ത്രീ വളരെ ദീനയായിട്ട് ഇദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് സന്തതിയെ കാംക്ഷിക്കുന്നവളാണ്, ഞങ്ങളുടെ കാമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല, ഞങ്ങളെ വിടണം, അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, അദ്ദേഹം വലിയൊരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്, പണ്ഡിതനാണ്, വേദജ്ഞനാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഗുണങ്ങളെയെല്ലാം പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, ഒരു മനുഷ്യ ശരീരം കിട്ടുക എന്നുള്ളത് അത്യന്ത ദുർലഭമായിട്ടുള്ളതാണ്. അതുകൊണ്ട് വേണം പുരുഷാർത്ഥങ്ങളെയൊക്കെ സാധിക്കാൻ. അത് പുരുഷാർത്ഥങ്ങളെ സാധിക്കാതെ ഞങ്ങൾ ഈ ജന്മം പാഴാക്കി കളയുന്നത് വലിയ നഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിടണം എന്നെല്ലാം പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ സ്വയം പറഞ്ഞു, അദ്ദേഹത്തെ ഭക്ഷിക്കുന്നതിന് മുമ്പ് എന്നെ ഭക്ഷിക്കൂ എന്നും പറഞ്ഞു. അതും കേട്ടില്ല. ഈ ബ്രാഹ്മണനെ അദ്ദേഹം ഭക്ഷിക്കുന്നു. ഭക്ഷിച്ചപ്പോൾ ആ സ്ത്രീ, ബ്രാഹ്മണ സ്ത്രീ അദ്ദേഹത്തെ ശപിച്ചു. അങ്ങ് എന്താ പറയുക, എന്റെ ഭർത്താവിനെ ദാമ്പത്യവേളയിൽ ഭക്ഷിച്ചതുകൊണ്ട് അങ്ങയ്ക്ക് ജീവിതത്തിൽ ഇനി ദാമ്പത്യം അനുഭവിക്കാതെ പോകട്ടെ എന്നാ പറഞ്ഞു. തസ്മാന്മേ ഭക്ഷിത പാപഃ കാമാർത്തായാഹ പതിസ്ത്വയാ തവാപി മൃത്യുരാദാനാത് അകൃതപ്രജ്ഞ ദർശിതഃ. ആദാനാത് എന്ന് പറഞ്ഞാൽ ഗർഭാധാനാത്, അങ്ങയും ഭാര്യയിൽ ഗർഭാധാനം ചെയ്യുന്ന വേളയിൽ തവാപി മൃത്യുഹു, അങ്ങേക്കും മൃത്യു ഭവിക്കട്ടെ, ഇതെന്നാൽ ദർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ശപിച്ചു. ഏവം മിത്രസഹം ശപ്ത്വാ പതിലോകപരായണ തദസ്തീനി സമിദ്യഗ്നൗ പ്രാസ്യ ഭർത്തുർഗതിം ഗതാ. ആ സ്ത്രീ എന്ത് ചെയ്തു, തന്റെ ഭർത്താവിന്റെ അസ്ഥികൾ ഇദ്ദേഹം ഭക്ഷിച്ചു കഴിഞ്ഞ് ബാക്കി ഉപേക്ഷിച്ചതായിട്ടുള്ള അസ്ഥികളെല്ലാം പെറുക്കിയെടുത്ത് ഒരു തീ കൂട്ടി, ചിത കൂട്ടിയിട്ട് അതിൽ ഈ അസ്ഥികളെ ഉപേക്ഷിച്ച് തന്റെ ശരീരത്തെയും അതിലേക്ക് ഉപേക്ഷിച്ചു. അങ്ങനെ അവൾ ഭർത്തൃലോകത്തെ പ്രാപിച്ചു, ഭർത്താവിന്റെ പുറകെ പോയി എന്ന് താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള സൗദാസന്റെ കൽമാശാംഗ്രിയായി തീർന്ന, അനപത്യനായി തീർന്ന ആ ശാപകഥ പറഞ്ഞു. ഇനി തുടർന്ന് ആ സൗദാസന്റെ വംശത്തെക്കുറിച്ച്, ഇക്ഷ്വാകു വംശ പരമ്പരയെക്കുറിച്ച് തുടരുകയാണ്. നമുക്ക് 37 മുതൽക്ക് കാണാം. വിശാപോ ദ്വാദശാബ്ദാന്തേ മൈഥുനായ സമുദ്യതഃ വിജ്ഞായ ബ്രാഹ്മണീ ശാപം മഹിഷ്യാ സ നിവാരിതഃ. വിശാപോ ദ്വാദശാബ്ദാന്തേ മൈഥുനായ സമുദ്യതഃ വിജ്ഞായ ബ്രാഹ്മണീ ശാപം മഹിഷ്യാ സ നിവാരിതഃ. ദ്വാദശാബ്ദാന്തേ വിശാപഃ. ദ്വാദശാബ്ദം 12 വർഷം, അതിന്റെ അന്തേ അവസാനത്തിൽ. ഇപ്പൊ 12 വർഷം കഴിഞ്ഞപ്പോൾ വിശാപഃ അഭവത്, അദ്ദേഹം വിശാപനായി ഭവിച്ചു. വിശാപൻ എന്ന് പറഞ്ഞാൽ വിഗത ശാപൻ, ശാപത്തിൽ നിന്ന് മുക്തൻ എന്നർത്ഥം. അപ്പൊ ശാപമുക്തനായി തീർന്നു. അദ്ദേഹത്തിന്റെ ആ രാക്ഷസഭാവം പോയി, അദ്ദേഹം പഴയ സൗദാസനായി, മനുഷ്യത്വം വന്നു ചേർന്നു. അങ്ങനെ ദ്വാദശാബ്ദേ വിശാപഃ മൈഥുനായ സമുദ്യതഃ. തന്റെ ഭാര്യയായ ദമയന്തിയുമായിട്ട് അദ്ദേഹം ദാമ്പത്യ ലീലയിൽ ഏർപ്പെടാനായിട്ട് പുറപ്പെട്ടു, ഉദ്യതനായി. പക്ഷേ ബ്രാഹ്മണീ ശാപം വിജ്ഞായ, ആ ബ്രാഹ്മണിയുടെ ശാപം ഈ ദേവി അറിയാനിടയായി. എങ്ങനെയെന്ന് അറിഞ്ഞില്ല. അവള് സാമർഥ്യമുള്ളവളാണ്. ഭർത്താവിനോട് ചരിത്രമെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങ് രാക്ഷസനായിരുന്നപ്പോ എന്തൊക്കെയാ ചെയ്തത്, എന്തൊക്കെയാ സംഭവിച്ചത്, എന്തൊക്കെ കൊള്ളരുതായ്മകൾ പ്രവർത്തിച്ചു, ആരെങ്കിലും അങ്ങയെ ശപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായാലും ബ്രാഹ്മണീ ശാപം വിജ്ഞായ മഹിഷ്യാ, ആ മഹിഷിയാൽ, ഭാര്യയാൽ സഹ നിവാരിതഃ, അദ്ദേഹം നിവാരണം ചെയ്യപ്പെട്ടു. അല്ലേ, അദ്ദേഹം തടയപ്പെട്ടു എന്നർത്ഥം. അരുത്, അങ്ങ് ഞാനുമായിട്ട് ദാമ്പത്യത്തിൽ ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും അങ്ങയുടെ മരണം സംഭവിക്കും, അതെനിക്ക് സഹിക്കുന്നതല്ല, എനിക്ക് വൈധവ്യം വന്നു ചേരും, അതെനിക്കിഷ്ടമല്ല. നമുക്ക് സന്തതി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ എന്താ പറയുക കാമത്തെ നമുക്ക് നിയന്ത്രിക്കാം. ഇപ്പൊ ദമയന്തി തന്നെയാണ് മദയന്തി, അല്ലെ? ദമയന്തി എന്ന് പറഞ്ഞാൽ ദമിക്കുന്നവൾ, അടക്കുന്നവൾ എന്നാണ്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കാൻ കഴിവുള്ളവളാണ് ദമയന്തി. അതിനെ ഒരു അക്ഷരം അങ്ങോട്ട് എന്താ പരോക്ഷമായി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പേരുകൾ ഇട്ടിരിക്കുന്നത്, മദയന്തി എന്നാക്കി.
നമ്മൾ അർത്ഥം എടുക്കേണ്ടത് ദമയന്തി എന്നാണ്. പുരാണങ്ങളിൽ ഇങ്ങനെയൊക്കെ പരോക്ഷമായിട്ട് പറയും. അപ്പൊ എന്തായാലും മഹിഷ്യാ സ നിവാരിത, മഹിഷിയാൽ അവൻ നിവാരണം ചെയ്യപ്പെട്ടു. തത ഊർധ്വം സതത്യാജ സ്ത്രീ സുഖം കർമ്മണ അപ്രജാ വസിഷ്ഠഃ തദനുജ്ഞാതോ മദയന്ത്യാം പ്രജാം അഗാത്. തത ഊർധ്വം സതത്യാജ സ്ത്രീ സുഖം കർമ്മണ പ്രജാഃ വസിഷ്ഠസ്തദനുജ്ഞാതോ മദയന്ത്യാം പ്രജാം അഗാത്. തതഃ ഊർധ്വം, അതിനുശേഷം പിന്നീട് സഹ സ്ത്രീ സുഖം തത്യാജ, സഹ സൗദാസഹ സ്ത്രീ സുഖം തത്യാജ, സ്ത്രീ സുഖത്തെ ത്യജിച്ചു. എന്നേക്കുമായി അദ്ദേഹം സ്ത്രീ സുഖം ഉപേക്ഷിച്ചു. ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയെ പോലെ ആയി എന്നർത്ഥം. കാരണം ശാപമുണ്ട് അദ്ദേഹത്തിന്, നമ്മുടെ ഭീഷ്മരെ പോലെ. ഭീഷ്മർക്കും പൂർവജന്മത്തിലെ ശാപം കൊണ്ടാണ് അദ്ദേഹത്തിന് ബ്രഹ്മചാരി ആവേണ്ടി വന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇച്ഛപ്രകാരമല്ല. വസിഷ്ഠന്റെ ശാപം കൊണ്ടാണ് ദ്യോവ് എന്നതായിട്ടുള്ള വസു, ആ വസുവായിരിക്കുമ്പോൾ തന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് വസിഷ്ഠന്റെ കാമധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോയതിന് വസിഷ്ഠൻ ശപിച്ചു, നിനക്ക് അടുത്ത ജന്മം നീ മനുഷ്യനായി പിറക്കുമ്പോൾ നിനക്ക് സ്ത്രീ സുഖം അനുഭവിക്കാൻ കഴിയാതെ പോകട്ടെ. ആ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ടല്ലേ നീ ഇങ്ങനെ പ്രവർത്തിച്ചത്, കള്ളത്തരം പ്രവർത്തിച്ചത്. ഇനിമേലിൽ അടുത്ത ജന്മത്തിൽ മനുഷ്യനായി ജനിക്കുമ്പോൾ നീ, തന്റെ ശാപം കൊണ്ടാണ് മനുഷ്യനാവുന്നത്, നിനക്ക് സ്ത്രീ സുഖമില്ലാതെ പോകട്ടെ. അങ്ങനെയാണ് ഭീഷ്മർ സ്ത്രീ സുഖമില്ലാത്തതായി മാറിയത്. അല്ല അദ്ദേഹത്തിന്റെ ത്യാഗമൊന്നുമല്ല. കഥയിൽ നമ്മളത് പരോക്ഷമായിട്ട് വലിയ ത്യാഗമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും വാസ്തവം അതല്ല. അതിന്റെ പുറകിൽ ഈ ഒരു ശാപം ഉണ്ട്. എന്നിട്ടും അദ്ദേഹം എത്ര സ്ത്രീകളുടെ ജീവിതം പാഴാക്കി അല്ലേ. അംബിക, അംബാലിക 3 പേരെയും തട്ടിക്കൊണ്ടുവന്നു അവരുടെ സമ്മതം കൂടാതെ. പിന്നീട് മാദ്രിയെ പാണ്ഡുവിന് വിവാഹം കഴിപ്പിച്ച് മാദ്രി കാരണം പാണ്ഡുവിന്റെ മരണം, ഗാന്ധാരിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുവന്ന് അത് ഈ വംശത്തിന്റെ തന്നെ നാശത്തിന് വലിയ കാരണമായി തീർന്നു അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്ത്രീ സംബന്ധമേ ഉണ്ടാവാൻ പാടില്ലാത്ത ആള് സ്ത്രീകളുമായിട്ട് ഇടപെട്ടപ്പോൾ അതെല്ലാം ഫെയിലിയറായി മാറി വസിഷ്ഠ ശാപം കൊണ്ട്. അപ്പൊ ഇവിടെയും അദ്ദേഹം അതിന് ഊർധ്വം, തത ഊർധ്വം സ തത്യാജ സ്ത്രീ സുഖം. എന്തുകൊണ്ട്? കർമ്മണ, തന്റെ കർമ്മം കൊണ്ട്. അപ്രജാഹ അഭൂത്, അദ്ദേഹം പ്രജയില്ലാത്തവനായി ഭവിച്ചു. അനപത്യം ബാധിച്ചു അദ്ദേഹത്തിന്, സന്തതിയില്ലാതെയായി. പിന്നെ അദ്ദേഹം തന്നെ സ്വയം തീരുമാനിച്ചു, രാജാവായിട്ടുള്ള സുദാസൻ തന്നെ തീരുമാനിച്ചു, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, തന്റെ വംശം നിലനിർത്തണമല്ലോ, തനിക്ക് അനന്തരാവകാശി വേണമല്ലോ. അപ്പൊ തന്റെ പത്നി മദയന്തി പ്രസവിക്കാൻ യോഗ്യയായിട്ടുള്ളവൾ തന്നെയാണ്. അപ്പൊ അവളിൽ ഗർഭാധാനം ചെയ്യാനായിട്ട് ഈ വസിഷ്ഠനോട് അപേക്ഷിക്കുകയാണ്. അതാണ് വസിഷ്ഠ തദനുജ്ഞാത മദയന്ത്യാം പ്രജാം അദാത്. തദനുജ്ഞാത വസിഷ്ഠ, ഈ രാജാവിനാൽ അനുജ്ഞ നൽകപ്പെട്ടവനായ വസിഷ്ഠൻ. അല്ലാതെ അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല. മദയന്തിയുടെ ഇച്ഛയല്ല, ഇച്ഛ സൗദാസന്റെ ഇച്ഛയാണ്. നമ്മുടെ കുന്തിദേവിയുടെ 3 മക്കളുണ്ടാവുന്നത് പാണ്ഡുവിന്റെ ഇച്ഛപ്രകാരമാണ്. പാണ്ഡുവാണ് തീരുമാനിക്കുന്നത്. തന്റെ ഭാര്യയിൽ 3 മക്കളുണ്ടാവണം, അതുപോലെ മാദ്രിയിൽ 2 മക്കളുണ്ടാവണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പൊ അതുപോലെ ഇവിടെയും മഹാഭാരതത്തിലും അംബിക, അംബാലികമാർ വ്യാസനിൽ നിന്ന് ഗർഭം ധരിക്കുന്നുണ്ട്. അത് ഈ ധർമ്മപ്രകാരമാണ്, രാജധർമ്മം അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. രാജാവിന് സ്വയം സന്തതികളെ ജനിപ്പിക്കാനുള്ള ശേഷിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ
മറ്റ് ഉത്തമന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ കൊണ്ട് അഥവാ ഋഷിതുല്യരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഗർഭാധാനം ചെയ്യിക്കാം. അപ്പോൾ അവർക്കിതിൽ യാതൊരു പങ്കുമില്ല. അവര് ഒരു എന്താ പറയുക, മറ്റൊരു കൃഷിക്കാരന് വിത്ത് കടം കൊടുത്തു, അത്രേ ഉള്ളൂ. ആ ഒരു ബന്ധമേ ഉള്ളൂ, അല്ലാതെ അതിൽ മമതയൊന്നുമില്ല. കൃഷിയുടെ കൊയ്തെടുക്കാനുള്ള അവകാശമൊന്നും ഇല്ല. ആ രീതിയിൽ ഒരു യജ്ഞമായിട്ടാണ് ഈ ഒരു കാര്യം ഈ മഹാത്മാക്കൾ, നിസ്സംഗന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാര് അത് ചെയ്യുക. അപ്പൊ അവിടെ സാധാരണക്കാരുടെ ലൗകികന്മാരുടെ രീതിയിലുള്ള ഒരു ദാമ്പത്യമല്ല ഇവിടെ നടക്കുന്നത്. അതൊരു അലൗകികമായ ഒരു നിയമമാണ്, രാജധർമ്മത്തിലുള്ള ഒരു നിയമമാണ്. അതാണ് വസിഷ്ഠ തദനുജ്ഞാത മദയന്ത്യാം പ്രജാം അധാത്. മദയന്തിയിൽ പ്രജയെ ധരിച്ചു, പ്രജയെ ഗർഭാധാനം ചെയ്തു. അപ്പൊ ഇനി വസിഷ്ഠന്റെ അംശത്തിൽ നിന്നാണ് ഈ പരമ്പര തുടരുന്നത്. സാ വൈ സപ്തസമാ ഗർഭം അഭിഭ്രന്നവ്യജായത ജഗ്നേ അശ്മനോദരം തസ്യാഹ സ്വഅശ്മകസ്തേന കഥ്യതേ. സാ വൈ സപ്തസമാ ഗർഭം അഭിഭ്രന്നവ്യജായത ജഗ്നേ അശ്മനോദരം തസ്യാഹ സ്വഅശ്മകസ്തേന കഥ്യതേ. ആ മദയന്തി സാ വൈ സപ്തസമാ ഗർഭം അഭിഭ്രത്. സപ്തസമാഹ എന്ന് പറഞ്ഞാൽ സപ്തസംവത്സരാഹ, 7 വർഷം ഗർഭം അഭിഭ്രത്, ഗർഭത്തെ ധരിച്ചു വെച്ചു, പിടിച്ചു വെച്ചു എന്നർത്ഥം. നീ പ്രസവിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് ആ ദേവി മദയന്തി തന്റെ ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത്. പ്രസവിക്കാനുള്ള സമ്മതം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് 7 വർഷം പിടിച്ചു വെച്ചു. എന്നിട്ടോ ന വ്യജായത, പ്രസവിച്ചില്ല. വിശേഷേണ ന അജായത, അപ്പൊ ജനിച്ചില്ല എന്നർത്ഥം, കുട്ടിയെ പ്രസവിച്ചില്ല. ഈ അവളുടെ ഇച്ഛ കൂടാതെ തന്നെ 7 വർഷം ധരിക്കേണ്ടി വന്നു എന്നും എടുക്കാം. അവൾക്ക് പ്രസവിക്കാൻ കഴിഞ്ഞിരുന്നില്ല, 7 വർഷം ഗർഭം ധരിക്കേണ്ടി വന്നു. എന്നിട്ടോ തസ്യാഹ ഉദരം അശ്മനാ ജഗ്നെ, പ്രസവിക്കാതായപ്പോ ഗർഭിണിയാണ് താനും, ഇത് പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ആയപ്പോ അവൾ തന്നെ സ്വയം എന്ത് ചെയ്തു, ഉദരത്തെ അശ്മനാ ജഗ്നെ, അശ്മൻ എന്ന് പറഞ്ഞാൽ കല്ലാണ്, കരിങ്കല്ല്, പാറക്കല്ല്, അതുകൊണ്ട് ജഗ്നെ ഹനിച്ചു. ഒരു കരിങ്കല്ലെടുത്ത്, അമ്മിക്കുഴവി പോലെ ഒരു കല്ലെടുത്ത് തന്റെ വയറിലേക്ക് ഇടിച്ചു, ഇത് പ്രസവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സഹ അശ്മകഃ കഥ്യത, അങ്ങനെ ഇടിച്ചപ്പോഴായിരിക്കും പ്രസവിച്ചിട്ടുണ്ടാവുക. അപ്പൊ കല്ലുകൊണ്ട് ഇടിച്ച് പ്രസവിപ്പിച്ചത് കൊണ്ട്, അശ്മൻ കൊണ്ട് പ്രസവിച്ചതുകൊണ്ട് അശ്മകഃ എന്ന് ആ സന്തതിക്ക് പേരായി. അപ്പൊ സൗദാസന്റെ പുത്രൻ മദയന്തിയിൽ ജനിച്ച പുത്രന്റെ പേരാണ് അശ്മകൻ. അംശകനല്ല, അശ്മകൻ. അശ്മ ശബ്ദം കല്ല്. അപ്പൊ അശ്മകൻ എന്ന് അവൻ അറിയപ്പെടുന്നു. ഇങ്ങനെയാണ് 7 വർഷം കഴിഞ്ഞിട്ടാണ്, കല്ലുകൊണ്ടിടിച്ചപ്പോഴാണ് മദയന്തി പ്രസവിച്ചത്. അതുകൊണ്ട് അവന് അശ്മകൻ എന്ന് പേര്. ഇനി ആ അശ്മകന്റെ വംശത്തെ തുടർന്ന് പറയുന്നു. അശ്മകാത് മൂലകോ ജജ്ഞേ യസ്ത്രീഭിഃ പരിരക്ഷിതഃ നാരീ കവച ഇത്യുക്തോ നിക്ഷത്രേ മൂലകോ അഭവത്. അശ്മകാത് മൂലകോ ജജ്ഞേ യസ്ത്രീഭിഃ പരിരക്ഷിതഃ നാരീ കവച ഇത്യുക്തോ നിക്ഷത്രേ മൂലകോ അഭവത്. അശ്മകാത് മൂലകഃ ജജ്ഞേ, അശ്മകനിൽ നിന്ന് മൂലകൻ എന്ന് പറയുന്ന ആള് ജനിച്ചു. ഇനി എന്തുകൊണ്ടാണ് അയാൾക്ക് മൂലകൻ എന്ന് പേര് വന്നത് എന്നുള്ള കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് മറ്റൊരു പേരും കൂടി അദ്ദേഹത്തിനുണ്ട്, നാരീ കവചൻ എന്നും. യഹ സ്ത്രീഭിഃ പരിരക്ഷിതഃ, അതുകൊണ്ട് നാരീ കവചഃ ഇത്യുക്തഃ. യഹ ഏതൊരുവനാണോ സ്ത്രീഭിഃ പരിരക്ഷിതഃ, സ്ത്രീകളാൽ ചുറ്റി നിന്ന് രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് അവൻ നാരീ കവചൻ എന്ന് പറയപ്പെടുന്നു. ഇത്യുക്തഃ, നാരീ കവചൻ എന്ന് പറഞ്ഞാൽ നാരികളെ കവചമാക്കിയവൻ, നാരികളാൽ രക്ഷിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥത്തിൽ നാരീ കവചൻ എന്നും പറയപ്പെടുന്നു. എപ്പോഴാണത്? നിക്ഷത്രേ. നിക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താ കാലം? പരശുരാമൻ കോപിച്ച് ഭൂമിയില് ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന കാലം.
ഭൂമിയെ നിക്ഷത്രിയമാക്കി ചെയ്തു. ക്ഷത്രിയന്മാർ നിർഗതമായ അവസ്ഥ, നിർഗത, അതാണ് നിഹി എന്നുള്ള വിസർഗ ആ ശബ്ദം കൊണ്ട് ഉപസർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിഹി ക്ഷത്ര, ക്ഷത്രിയ വംശം നിർഗതമായ അവസ്ഥ. ഭൂമിയിൽ 21 വട്ടം കോപിഷ്ഠനായിട്ടുള്ള പരശുരാമൻ ആയുധവുമായി ചുറ്റിക്കറങ്ങി എല്ലാ ക്ഷത്രിയന്മാരെയും നശിപ്പിച്ചു കളഞ്ഞു. ആ സന്ദർഭത്തിൽ പരശുരാമൻ ഇവിടെയും വന്നു, അയോധ്യയിലും വന്നു. സൗദാസ പൗത്രനായ മൂലകനെ വധിക്കാനായിക്കൊണ്ട് വന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തെ സ്ത്രീകള് കവചം പോലെ നിന്നുകൊണ്ട് രക്ഷിച്ചു. അപ്പൊ സ്ത്രീകളെ പരശുരാമൻ ഉപദ്രവിക്കില്ല. അതുകൊണ്ട് സ്ത്രീകളാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട്, അല്ലെ, സ്ത്രീകളുടെ കവചത്തിന്റെ ഉള്ളിൽ അഥവാ സ്ത്രീകൾ ചുറ്റി അദ്ദേഹത്തെ രക്ഷിച്ചു എന്നർത്ഥം. അത്രയും സ്ത്രീകളെ കൊണ്ട് കവചം തീർത്തു. പരശുരാമന് അടുക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അങ്ങനെ പരശുരാമനിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് പിന്നീട് അദ്ദേഹം ക്ഷത്രിയ വംശത്തിന്റെ മൂലകാരണനായി ഭവിച്ചു. ക്ഷത്രിയന്മാരെല്ലാം ഉന്മൂലനം ചെയ്യപ്പെട്ടപ്പോ വീണ്ടും ക്ഷത്രിയ വംശം എങ്ങനെയാണ് തുടർന്നത്? ഈ മൂലകൻ എന്ന നാരീകവചനിലൂടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് മൂലകൻ എന്ന പേര് വരാൻ കാരണം വരും തലമുറകൾക്ക് മൂലമായവൻ, വിത്തിനെടുത്തു വെച്ചു ഒരാളെ നാരീകവചനായിട്ട്. ബാക്കിയുള്ള ക്ഷത്രിയന്മാരൊക്കെ നശിച്ചപ്പോഴും ക്ഷത്രിയ വംശം പൂർണ്ണമായി നശിക്കാതിരിക്കാൻ ആ സ്ത്രീകൾ രക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം വരും കാലത്തെ ക്ഷത്രിയ വംശത്തിന് മൂലമായി ഭവിച്ചവൻ മൂലകൻ. അതാണ് മൂലകഃ അഭവത്. നാരീകവചനും മൂലകനും ഒരാൾ തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ വംശം പറയണു. തതോ ദശരഥഃ തസ്മാത് പുത്രഃ ഐഡവിഡസ്തതഃ രാജാ വിശ്വസഹോ യസ്യ ഗട്വാംഗശ്ചക്രവർത്യഭൂത്. തതോ ദശരഥസ്തസ്മാത് പുത്ര ഐഡവിഡസ്തതഃ രാജാ വിശ്വസഹോ യസ്യ ഗട്വാംഗശ്ചക്രവർത്യഭൂത്. തതഃ മൂലകാത് ദശരഥൻ എന്നൊരു രാജാവുണ്ടായി. നമ്മുടെ ശ്രീരാമന്റെ അച്ഛനായ ദശരഥൻ അല്ല, ഇത് ദശരഥൻ 1. ശ്രീരാമന്റെ അച്ഛൻ ദശരഥൻ 2, ദശരഥൻ 2. എന്താ പറയുക, നെപ്പോളിയൻ 1, നെപ്പോളിയൻ 2, അല്ലെങ്കിൽ അലക്സാണ്ടർ എന്നൊക്കെ പറയും പോലെ ഒരു 1-മാരും 2-മാരും ഒക്കെ ഉണ്ട്, അല്ലെ? അതുപോലെ കിങ് ജോർജ് 8 വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ ആദ്യത്തെ ദശരഥൻ രാമന്റെ പിതാവായിട്ടുള്ള ദശരഥനല്ല, മൂലകന്റെ പുത്രനായിട്ടുള്ള ദശരഥൻ. അദ്ദേഹത്തിന്റെ പുത്രൻ ആരാണ്? തസ്മാത് പുത്ര ഐഡവിഡഃ. ഐഡവിഡൻ, മൂലകന്റെ പുത്രൻ ദശരഥൻ, അവന്റെ പുത്രൻ ഐഡവിഡൻ എന്നാണ്. എന്നിട്ട് അവന്റെ പുത്രൻ വിശ്വസഹൻ, രാജാ വിശ്വസഹോ തതഃ. അപ്പോ ഐഡവിഡനിൽ നിന്ന് വിശ്വസഹൻ എന്ന രാജാവുണ്ടായി. നീ യസ്യ ഗട്വാംഗഃ ചക്രവർത്തി അഭൂത്. യസ്യ, വിശ്വസഹൻ എന്ന രാജാവിന് ഗട്വാംഗൻ എന്ന ചക്രവർത്തി ഭവിച്ചു. ഗട്വാംഗൻ വളരെ പ്രശസ്തനാണ്, അല്ലെ? നമ്മുടെ ഹരിനാമ കീർത്തനകാരൻ അയാളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗട്വാംഗൻ എന്ന ധരണീശനു കാൺകിലൊരു മുഹൂർത്തേന മുക്തി കൊടുപ്പാനും എന്തു വിധി, അല്ലെ? ആ ഗജേന്ദ്രന് 1000 വർഷം ഭഗവാനെ വിളിച്ച് തപസ് ചെയ്യേണ്ടി വന്നു. എന്നാൽ ഗട്വാംഗന് ഒരു മുഹൂർത്ത നേരം കൊണ്ട് മുക്തി കൊടുത്തു. ഇതെന്താ ഈ വൈപരീത്യം, അങ്ങ് ഇങ്ങനെയൊക്കെ കാണിക്കണത് ഗുരുവായൂരപ്പനോട് എഴുത്തച്ഛൻ ചോദിക്കുന്നു. അപ്പൊ ആ ഗട്വാംഗൻ വളരെ പ്രശസ്തനാണ്. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ആ ഗട്വാംഗന്റെ കഥ പറയുകയാണ്. ആ ഗട്വാംഗന്റെ, ചക്രവർത്തിയായ ഗട്വാംഗന്റെ കഥ പറയുകയാണ്. യോ ദേവൈരർത്ഥിതോ ദൈത്യാൻ അവധീത യുധി ദുർജയഃ മുഹൂർത്തമായുർജ്ഞാത്വൈത്യ സ്വപുരം സന്തധേ മനഃ. യോ ദേവൈരർത്ഥിതോ ദൈത്യാനവധീത് യുധി ദുർജയഃ മുഹൂർത്തമായുർജ്ഞാത്വൈത്യ സ്വപുരം സന്തധേ മനഃ. യോ യുധി ദുർജയഃ, ഏതൊരു ഗട്വാംഗനാണോ യുദ്ധത്തിൽ ആർക്കും ജയിക്കാൻ പറ്റാത്തവനാണ്. ദുഃഖേന ജേതും ശക്യത ഇതി ദുർജയഃ, അവനെ ജയിക്കാൻ വളരെ ദുഃഖമാണ്, ആർക്കും ജയിക്കാൻ കഴിയില്ല എന്നർത്ഥം. അപ്പൊ യുദ്ധത്തിൽ ദുർജയനായിട്ടുള്ള ഏതൊരുവൻ ദേവൈഹി അർത്ഥിതഃ, ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ട് ദൈത്യാൻ അവധീത്,
ദൈത്യന്മാരെ വധിച്ചു, അസുരന്മാരെ വധിച്ചു കൊടുത്തു. അപ്പൊ ദേവന്മാര് ഈ സൂര്യവംശത്തിലുള്ള പല രാജാക്കന്മാരെയും കാലാകാലങ്ങളിൽ ദേവന്മാരെ അപേക്ഷിക്കാറുണ്ട്, ആശ്രയിക്കാറുണ്ട്. നമ്മള് മുമ്പും കണ്ടു, കകുൽസ്തന്റെ കഥ കണ്ടു അല്ലെ? ഇന്ദ്രനെ തന്നെ വാഹനമാക്കി ഇന്ദ്രന്റെ പുറത്തിരുന്നു കൊണ്ട് അസുരന്മാരെ ജയിച്ച കഥ. ഇനി മറ്റൊരു മുചുകുന്ദന്റെ കഥ വരാനിരിക്കുന്നു, ദശമസ്കന്ധത്തിലേ പറയുന്നുള്ളൂ. ആ മുചുകുന്ദൻ ഈ മറ്റേ നമ്മുടെ അംബരീഷന്റെയൊക്കെ സഹോദര തുല്യനായിട്ടുള്ള ആളായിരുന്നു എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോ യോ ദേവൈരർത്ഥിതോ ദൈത്യാനവധീത യുധി ദുർജയ മുഹൂർത്തമായുർ ജ്ഞാത്വാ ഏത്യ സ്വപുരം സന്തതേ മനഃ. അങ്ങനെ ദേവന്മാരെ വധിച്ചു കഴിഞ്ഞു അദ്ദേഹം, അസുരന്മാരെ വധിച്ച് ദേവന്മാരെ സന്തോഷിപ്പിച്ച് ഭൂമിയിലേക്ക് പോരുകയാണ്. ആ സമയത്ത് ദേവന്മാര് ഗട്ടുവാങ്കനോട് ചോദിച്ചു, ഞങ്ങൾ എന്താ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്, എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു, എന്റെ ആയുസ് എത്രയുണ്ടെന്ന് നോക്കി പറയൂ. അപ്പൊ ദേവന്മാർ പറഞ്ഞു, അങ്ങേക്ക് ഇനി ഒരു മുഹൂർത്തമേ ആയുസ്സുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നെ ഉടനെ ഭൂമിയിലെത്തിക്കൂ, എത്രയും വേഗം ഭൂമിയിലേക്ക് എത്തിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ദേവന്മാര് വേഗം ഭൂമിയിലേക്ക് എത്തിച്ചു. അതാണ് മുഹൂർത്തം ആയുഹു ജ്ഞാത്വാ. തന്റെ ആയുസ് മുഹൂർത്തം ഇതി ജ്ഞാത്വ, ഒരു മുഹൂർത്തമേ ഉള്ളൂ എന്നറിഞ്ഞ് ഏത്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ച്, എവിടേക്ക്? സ്വപുരം, സ്വന്തം പുരത്തിലേക്ക് വന്ന് മനഃ സന്തതേ, മനസ്സിനെ എന്താ പറയാ സന്ധാനം ചെയ്തു, മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനത്തിലിരിക്കുകയാണ് അദ്ദേഹം. നമേ ബ്രഹ്മകുലാ പ്രാണാഃ കുലദൈവാത് ന ചാത്മജാഃ നിശ്രേയോ ന മഹീരാജ്യം ന ദാരാഃ ച അതിവല്ലഭാഃ. നമേ ബ്രഹ്മകുലാത് പ്രാണാഃ കുലദൈവാന്ന ചാത്മജാഃ നിശ്രേയോ ന മഹീരാജ്യം ന ദാരാശ്ചാതിവല്ലഭാഃ. അദ്ദേഹം മനസ്സിനെ ഉറപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഇന്നതിലൊന്നും യാതൊരു താല്പര്യവുമില്ല എന്നുള്ള ആ നമ്മുടെ ഭാരതീയമായിട്ടുള്ള സംസ്കാരം, ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആ ബ്രഹ്മകുലത്തിലാണ് ഏറ്റവും പ്രീതി, അല്ലെങ്കിൽ കുലദൈവത്തിലാണ് എനിക്ക് പ്രീതി. കുലദൈവതവും ബ്രാഹ്മണരും ഒന്നു തന്നെയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതാണ് കുലദൈവാത് ബ്രഹ്മകുലാത് പ്രാണാഃ ആത്മജാഃ നിശ്രേയഃ മഹീ രാജ്യം ധാരാ ന അതിവല്ലഭാഃ. എന്നാൽ എനിക്കിതൊന്നും അതിപ്രീതിയുള്ളതല്ല, താല്പര്യമുള്ളതല്ല. ഏതൊക്കെ പ്രാണങ്ങൾ, എന്റെ പ്രാണൻ പോലും എനിക്ക് പ്രിയപ്പെട്ടതല്ല. ആത്മജാഹ, എന്റെ പുത്രന്മാർ എനിക്ക് പ്രിയപ്പെട്ടവരല്ല. നിശ്രേയഃ, മോക്ഷം പോലും എനിക്ക് അതിലും പ്രിയപ്പെട്ടതല്ല. മഹി, ഈ ഭൂമി എനിക്ക് പ്രിയപ്പെട്ടതല്ല. രാജ്യം എനിക്ക് പ്രിയപ്പെട്ടതല്ല. ധാരാഹ, എന്റെ ഭാര്യ എനിക്ക് പ്രിയപ്പെട്ടതല്ല. ഏതിനേക്കാൾ? കുലദൈവാത് ബ്രഹ്മകുലാത്, എനിക്ക് കുലദൈവമായിരിക്കുന്ന ബ്രാഹ്മകുലത്തേക്കാൾ, ബ്രാഹ്മണകുലത്തേക്കാൾ, ഇപ്പൊ വസിഷ്ഠാദി മഹാത്മാക്കളെക്കാൾ എനിക്ക് വലുതായിട്ട് വേറൊന്നുമില്ല. അപ്പൊ എന്റെ ഗുരു തന്നെയാണ് എനിക്ക് പരമമായിരിക്കുന്നത്. ബ്രാഹ്മണരായിരിക്കുന്ന വസിഷ്ഠാദി ഗുരുക്കന്മാരാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് അദ്ദേഹം സ്വയം സങ്കല്പിക്കുകയാണ്, സ്വയം ധ്യാനിക്കുകയാണ്. അല്ലേ? ശരീരം സ്വരൂപം തഥാ വാ കളത്രം യശശ്ചാരു ചിത്രം ധനം മേരുതുല്യം ഗുരോരംഗ്രി പദ്മേ മനശ്ചേന്ന ലഗ്നം തതഃ കിം തതഃ കിം തതഃ കിം തതഃ കിം. ശങ്കരാചാര്യ ചോദിക്കുന്നു, ഗുരുവിന്റെ പാദകമലങ്ങളിൽ മനസ്സ് ഉറച്ചിട്ടില്ലെങ്കിൽ പിന്നെ മുമ്പ് ലിസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം വന്നു? ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരു ചിത്രം ധനം മേരുതുല്യം. ഇങ്ങനെ എണ്ണി വരും വരികളിലും പറയുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഗുരുവിന്റെ പാദകമലങ്ങളിൽ ഭക്തിയില്ലെങ്കിൽ, ഗുരോരംഗ്രിപത്നേ മനശ്ചേന്ന ലഗ്നം തതഃ കിം തതഃ കിം തതഃ കിം തതഃ കിം.
ഇതൊക്കെ കൊണ്ട് എന്ത് കാര്യം? അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഭാരത സംസ്കാരം നിലനിന്നിരുന്നത്. ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരം. അതാണ് ഗുരുവിന്റെ പാദം എന്ന് പറഞ്ഞാൽ ഇവിടെ അധ്യാത്മവിദ്യ തന്നെയാണ് ഗുരുവിന്റെ പാദം, ബ്രഹ്മവിദ്യ. അപ്പൊ ആ ഗുരുവിന്റെ പാദാരവിന്ദങ്ങളിൽ തന്റെ മനസ്സിനെ ഉറപ്പിക്കുകയാണ്. പരമപുരുഷാർത്ഥത്തെക്കാൾ പ്രിയപ്പെട്ടതാണ്, ബാക്കി ഭൗതികമായിട്ടുള്ള എല്ലാറ്റിനേക്കാൾ പ്രിയപ്പെട്ടതാണ്, എനിക്ക് മറ്റുള്ളതൊന്നും പ്രിയമല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ന ബാല്യേപി മതിർമഹ്യം അധർമ്മേ രമതേ ക്വചിത് നാപശ്യം ഉത്തമ ശ്ലോകാത് അന്യത് കിഞ്ചന വസ്ത്വഹം. ന ബാല്യേപി മതിർമഹ്യം അധർമ്മേ രമതേ ക്വചിത് നാപശ്യം ഉത്തമ ശ്ലോകാത് അന്യത് കിഞ്ചന വസ്ത്വഹം. എന്റെ ബാല്യകാലത്തിൽ പോലും എന്റെ മനസ്സ് അധർമ്മ മാർഗത്തിൽ ഒരിക്കലും ചലിച്ചിട്ടില്ല, രമിച്ചിട്ടില്ല. ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ളൊരു വസ്തു എനിക്ക് കാണാനുമില്ല. അന്യമായിട്ട് മറ്റൊന്ന് ഞാൻ ന പശ്യേ എന്നാണ്. അതാണ് ന ബാല്യേപി മതിർമഹ്യം അധർമ്മേ രമതേ ക്വചിത്. ബാല്യേപി മമ ബാല്യേ അപി, എന്റെ ബാല്യകാലത്ത് പോലും മമ മതിഹി, എന്റെ മതി, മഹ്യം മതിഹി, എന്റേതായ ബുദ്ധി അധർമ്മേ ക്വചിത് ന രമതേ, അധർമ്മമാർഗത്തിൽ ഒരിക്കലും രമിച്ചിട്ടില്ല, അധർമ്മത്തിൽ ചലിച്ചിട്ടില്ല. ഉത്തമ ശ്ലോകാത് അന്യത് വസ്തു കിഞ്ചന നാഹം അപശ്യം. ഉത്തമ ശ്ലോകൻ ഭഗവാൻ, ആ എല്ലാവരാലും കീർത്തിക്കപ്പെടേണ്ടവൻ. ആരെ കീർത്തിച്ചാലാണോ ഏറ്റവും ഉത്തമം, ഏറ്റവും ഉത്തമമായ ഫലം, ശ്രേയസ് ഉണ്ടാവുക, ആ ഭഗവാനിൽ നിന്ന് അന്യത് വസ്തു, രണ്ടാമതൊരു വസ്തു, കിഞ്ചന അല്പം പോലും അഹം ന അപശ്യം, ഐ ഡിഡ്ന്റ് സീ, ഞാൻ കണ്ടിട്ടില്ല. അപശ്യം എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അഹം ന അപശ്യം, ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ എപ്പോഴും എല്ലാറ്റിലും ഈശ്വരഭാവത്തെ കാണുന്ന ഒരു ഈശാവാസ്യമിതം സർവം എന്ന ആ ഒരു ബോധം ഉള്ള ആളാണ് ഈ ഖട്വാംഗൻ എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്. ഒരിക്കലും മനസ്സ് അധർമ്മത്തിൽ പ്രവർത്തിച്ചിട്ടില്ല, എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ദേവൈ കാമവരോദത്തോ മഹ്യം ത്രിഭുവനേശ്വരൈ നവൃണേ തമഹം കാമം ഭൂതഭാവന ഭാവനഃ. ദേവൈ കാമവരോദത്തോ മഹ്യം ത്രിഭുവനേശ്വരൈ നവൃണേ തമഹം കാമം ഭൂതഭാവന ഭാവനഃ. ഇപ്പോ ദേവന്മാർ ഇദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുള്ള വരം സ്വീകരിച്ചു കൊള്ളാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും സ്വീകരിച്ചില്ല. കാരണം എനിക്ക് ആ ഭഗവാൻ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത്. അത് പറയണം ഇവിടെ. ദേവൈഹി, എങ്ങനെയുള്ള ദേവൈഹി? ത്രിഭുവനേശ്വരൈഹി ദേവൈഹി, മൂന്ന് ലോകങ്ങൾക്കും ഈശ്വരന്മാരായ ദേവന്മാരാൽ, ഇന്ദ്രാദി ദേവന്മാരാൽ കാമവരഹ മഹ്യം ദത്തഃ, ഇഷ്ടമുള്ള വരം സ്വീകരിച്ചോളാനായിട്ട് എനിക്കായിക്കൊണ്ട് ഓഫർ ചെയ്യപ്പെട്ടു. അവരെനിക്ക് ബ്ലാങ്ക് ചെക്ക് തന്നതാണ് അല്ലേ. കാമവരഹ മഹ്യം ദത്തഃ, എനിക്ക് ദാനം ചെയ്യപ്പെട്ടു. പക്ഷേ ഭൂതഭാവന ഭാവനഃ അഹം, ഭൂതഭാവനൻ എന്നത് ഭഗവാന്റെ പേരാണ്. ഭൂതകൃത് ഭൂതഭൃത് ഭൂതഭാവനഃ വിഷ്ണു സഹസ്രനാമത്തിൽ വരുന്നില്ലേ. ഭൂതങ്ങളെ ഭവിപ്പിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നവൻ, പ്രകടിപ്പിക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ഭൂതങ്ങളെ ഭവിപ്പിക്കുന്നവൻ ഭൂതഭാവനൻ. ആ ഭൂതഭാവനനിൽ ഭാവനഹാഹം, അവനെ തന്നെ ഭാവന ചെയ്യുന്നവനാകുന്നു ഞാൻ. ഭൂതഭാവന ഭാവനഃ അഹം എന്നർത്ഥം. ഞാൻ ആ പരമകാരണനായ ഭഗവാനെ തന്നെ നിരന്തരം ഭാവന ചെയ്യുന്നതായിട്ടുള്ള എനിക്ക് അവർ നൽകിയതായിട്ടുള്ള കാമവരങ്ങളൊന്നും തന്നെ താല്പര്യമില്ലായിരുന്നു. അതാണ് ദേവൈ കാമവരോദത്തോ മഹ്യം ത്രിഭുവനേശ്വരൈ നവൃണേ തമഹം കാമം ഭൂതഭാവന ഭാവന. ഭൂതഭാവന ഭാവനനായിട്ടുള്ള ഞാൻ തം കാമം അഹം നവൃണേ, ആ കാമങ്ങളെ, ആ വിഷയങ്ങളെ, അവർ ഓഫർ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും അഹം നവൃണേ, ഞാൻ വരിക്കുന്നില്ല, എനിക്ക് വേണ്ടേ വേണ്ട, ഐ ഡോണ്ട് വാണ്ട്. ദേവൈ കാമവരോദത്തോ മഹ്യം ത്രിഭുവനേശ്വരൈ നവൃണേ തമഹം കാമം
ഭൂതഭാവന ഭാവന. അങ്ങനെ അദ്ദേഹം സ്വയം സങ്കല്പിക്കുകയാണ്, ചിന്തിക്കുകയാണ്. യേ വിക്ഷിപ്തേന്ദ്രിയധിയോ ദേവാസ്തേ സ്വഹൃദി സ്ഥിതം ന വിന്ദന്തി പ്രിയം ശശ്വത ആത്മാനം കിമുതാപരേ. യേ വിക്ഷിപ്തേന്ദ്രിയധിയോ ദേവാസ്തേ സ്വഹൃദി സ്ഥിതം ന വിന്ദന്തി പ്രിയം ശശ്വത ആത്മാനം കിമുതാപരേ. ആ ദേവന്മാർ പോലും ഭഗവാനെ അറിയുന്നില്ല എന്ന് പറയണം. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? അപ്പൊ ഞാൻ എത്രയോ ഭാഗ്യവാനാണ് എന്ന് സ്വയം ആ തന്റെ ധന്യതയെ ഓർക്കുകയാണ്. ഏ വിക്ഷിപ്ത ഇന്ദ്രിയതിയ ദേവാഹ. ദേവാഹ വിക്ഷിപ്ത ഇന്ദ്രിയതിയ, വിക്ഷിപ്തങ്ങളായ, വിക്ഷേപിക്കപ്പെടുന്നതായിട്ടുള്ള, അജിറ്റേറ്റഡ് ആയിരിക്കുന്ന പല രാഗദ്വേഷങ്ങളെ കൊണ്ടും ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളോടും ബുദ്ധിയോടും കൂടിയവരാകുന്നു. അങ്ങനെ കലുഷിത മനസ്സും രാഗദ്വേഷങ്ങൾ നിറഞ്ഞിരിക്കുന്നവരുമായിട്ടുള്ള ദേവന്മാർ പോലും യേ ദേവാഹ തേ സ്വഹൃദി സ്ഥിതം പ്രിയം ആത്മാനം ന വിന്ദന്തി. അവര് സ്വഹൃദി സ്ഥിതം, അവനവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നവനായ പ്രിയം, നമുക്ക് ഏറ്റവും പ്രിയനായ ആത്മസ്വരൂപനായ ആത്മാനം ന വിന്ദന്തി, അറിയുന്നില്ല. അപ്പൊ പിന്നെ കിമുത അപരേ അപരേ കിമുത, മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? കൈമുതിക ന്യായേന ചോദിക്കണം. അപ്പൊ ദേവന്മാർ പോലും ബഹിർമുഖരായി രാഗദ്വേഷ കലുഷിതരായി സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപനായി അത്യന്ത പ്രിയനായിരിക്കുന്ന ഭഗവാനെ അറിയുന്നില്ല. അപ്പൊ പിന്നെ മനുഷ്യരുടെയും അസുരന്മാരുടെയൊക്കെ കാര്യം പറയേണ്ടതുണ്ടോ? അസുരന്മാര് പൊതുവെ അറിയുന്നില്ല, അവർ ബഹിർമുഖരാണ്. ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. അവരെപ്പോഴും ബഹിർമുഖരാണ്. ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളൊക്കെ ഭഗവാനെ, ഉള്ളിലുള്ള ഭഗവാനെ അറിഞ്ഞില്ല എന്ന് മുമ്പേ പറഞ്ഞു. ഇവിടെ കട്വാങ്കൻ പറയണു ദേവന്മാര് പോലും അങ്ങനെയുള്ളവരാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എടുക്കാനുണ്ടോ, പറയേണ്ടതുണ്ടോ? കിമുത. അപ്പോ യേ വിക്ഷിപ്തേന്ദ്രിയധിയോ ദേവാസ്തേ സുഹൃദി സ്ഥിതം ന വിന്ദന്തി പ്രിയം ശശ്വത ആത്മാനം കിമുതാപരേ. അപ്പൊ അതുകൊണ്ടാണ് അവര് ഭഗവാനെ അറിയാത്തത് കൊണ്ടാണ് സ്വർഗാദി സുഖങ്ങളിൽ ഭ്രമിച്ചിരിക്കുന്നത്. സ്വർഗസുഖങ്ങളിൽ ഭ്രമിച്ചിരിക്കുകയാണ്. അവര് ഭഗവാനെ ഭജിക്കുന്നൊന്നുമില്ല. മാത്രമല്ല, ആ സ്വർഗസുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലൊരാളെ അവർ ഉപയോഗിച്ചത്. അല്ലെ, അവരുടെ സ്വർഗത്തെ അസുരന്മാര് അടക്കി ഭരിക്കാൻ വന്നപ്പോ അവരെ കീഴ്പ്പെടുത്താനായിട്ട് എന്റെ സഹായം അഭ്യർത്ഥിച്ചു. അവര് സ്വാർത്ഥരാണ്. അതുകൊണ്ട് അവർക്ക് പോലും ഭഗവാനെ അറിയില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ എന്ന് ചോദിച്ചുകൊണ്ട് അദേശമായാരചിതേഷു സംഘം ഗുണേഷു ഗന്ധർവ പുരോപമേഷു രൂഢം പ്രകൃത്യാത്മനി വിശ്വകർത്തുഃ ഭാവേന ഹിത്വാ തമഹം പ്രപദ്യേ. യത് അദേശമായാരചിതേഷു സംഘം ഗുണേഷു ഗന്ധർവ പുരോപമേഷു രൂഢം പ്രകൃത്യാത്മനി വിശ്വകർത്തുഃ ഭാവേന ഹിത്വാ തമഹം പ്രപദ്യേ. അത് ഈശമായ രചിതേഷു ഗുണേഷു ഗന്ധർവപുരോപമേഷു രൂഢം പ്രകൃത്യാരൂഢം സംഘം ഹിത്വ. അപ്പൊ ഈശമായ രചിതേഷു, ഈശ്വരന്റെ മായ കൊണ്ട് രചിക്കപ്പെട്ടവയാണ് ഈ ഗുണങ്ങൾ. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഷയങ്ങൾ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ ഗുണങ്ങളാണ്. ഗുണാഗുണേഷു വർത്തന്തേ ഇതി മത്വാന സജ്ജതേ. ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. ഗുണേഷു ഇന്ദ്രിയ വിഷയേഷു വർത്തന്തേ. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ വർത്തിക്കാനേ ആവുള്ളൂ. അവരൊരേ സ്വഭാവക്കാരാണ്. അവരുടെ സ്വഭാവം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് അവർ പരസ്പരം ചേർന്നിരിക്കുന്നു, ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും. അപ്പൊ ഇവിടെ ഗുണേഷു, അപ്പൊ ഈശമായ രചിതേഷു ഗുണേഷു, ഈശ്വരന്റെ മായ കൊണ്ട് രചിക്കപ്പെട്ട ഈ പ്രകൃതി ഗുണങ്ങളിൽ അഥവാ ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ അതെങ്ങനെയുള്ളതാണ്? ഗന്ധർവപുരോപമേഷു. അത് ഗന്ധർവപുരത്തിന് സമാനമാണ് ഉപമ. ഗന്ധർവപുരം എന്ന് പറഞ്ഞാൽ ഗന്ധർവ നഗരം നമ്മൾ ആകാശത്തിൽ കാണുന്നതായിട്ടുള്ള നഗരങ്ങളാണ്. മേഘങ്ങൾ കാറ്റത്ത് അടിഞ്ഞുകൂടി പല പല
ഫോർമാറ്റുകളിൽ വരുന്നു, ഫോർമേഷനിൽ വരുന്നു. ഒരു വലിയ നഗരം പോലെയൊക്കെ കാണപ്പെടും. വലിയ സൈന്യങ്ങൾ നിരന്നു നിൽക്കുന്നതായിട്ട് ആന, തേര്, കാലാൾ, കുതിര ഒക്കെ ആയിട്ട് നിരന്നു നിൽക്കുന്നത് പോലെയൊക്കെയുള്ള കോട്ടകള്, കൊട്ടാരങ്ങള് എല്ലാം കാണപ്പെടും മേഘങ്ങളുടെ കൂട്ടങ്ങൾ കൊണ്ട്. അപ്പൊ അതിനെ കണ്ടിട്ട് കൊച്ചുകുട്ടികൾ ഒരു നഗരമാണെന്ന് കരുതും. അതിനെ വിളിക്കുന്ന പേരാണെന്ന് ഗന്ധർവ നഗരം, സാങ്കല്പികമായിട്ടുള്ള നഗരം. അത് കാറ്റടിക്കുമ്പോൾ വന്നുകൂടിയ മേഘങ്ങളാണ്. കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ സ്വയം ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. എല്ലാം പല വഴിക്ക് പിരിഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കാണാനില്ല. അതുകൊണ്ടാണ് അതിന് ഗന്ധർവ നഗരം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന നഗര സമാനമായിട്ടുള്ള ഒരു ലോകം, ഒരു പ്രതീതി. അപ്പൊ അതിന് സമാനമാണ് ഈ ലോകവും. അതാണ് ഈശമായ രചിതേഷു ഗന്ധർവ പുരോപമേഷു ഗുണേഷു. ഒന്നിനെയും വിശ്വസിക്കണ്ട, ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അനിത്യം, അസുഖം, അങ്ങനെയുള്ള ഗുണേഷു പ്രകൃത്യ ആത്മനിരൂഢം സംഘം ഹിത്വ. പ്രകൃതി കൊണ്ട് അവനവന്റെ സത്വം, രജസ്, തമസ് എന്നുള്ള ആ ഗുണങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ സംഘം രൂഢമാകുന്നത്. ആത്മനിരൂഢം സംഘം, തന്നിൽ ഉറച്ചിരിക്കുന്ന സംഘം. അതിനെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് വിശ്വകർത്തുഹു ഭാവേന അഹം തം പ്രപദ്യേ. വിശ്വകർത്തുഹു ഭാവേന, വിശ്വകർത്താവായ ആ ഭഗവാന്റെ ഭാവത്തോടുകൂടെ ഭഗവാനെ തന്നെ ഭാവന ചെയ്തുകൊണ്ട് അഹം, ഞാൻ തം പ്രപദ്യേ, അവനെ ശരണം പ്രാപിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ഗന്ധർവ നഗര സമാനമായിട്ടുള്ള ഈ വിഷയങ്ങളുടെ എല്ലാം കാരണഭൂതനായ അവനെ ഞാൻ സ്മരിക്കുന്നു, അവനെ ശരണം പ്രാപിക്കുന്നു. സത്യം പരം ധീമഹി, പരമസത്യസ്വരൂപനായ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ ശരണം പ്രാപിക്കുന്നു. അല്ലാതെ ഈ അസത്തായിരിക്കുന്ന ഈ ലോകത്തിൽ ഒന്നിലും എനിക്ക് ഭ്രമമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഭഗവാനിൽ ശരണം പ്രാപിക്കണം. സത്യം പരം ധീമഹി ഇതി വ്യവസിതോ ബുദ്ധ്യാ നാരായണ ഗൃഹീതയാ ഹിത്വാന്യഭാവം അജ്ഞാനം തതസ്വം ഭാവമാശ്രിതഃ. ഇതി വ്യവസിതോ ബുദ്ധ്യാ നാരായണ ഗൃഹീതയാ ഹിത്വാന്യഭാവം അജ്ഞാനം തതസ്വം ഭാവമാശ്രിതഃ. ഇതി പ്രകാരം ബുദ്ധ്യാ വ്യവസിതഃ, ബുദ്ധി കൊണ്ട് ഇപ്രകാരം നിശ്ചയിച്ചവനായിട്ട്, വ്യവസായം നിശ്ചയം. അപ്പൊ എങ്ങനെയുള്ള ബുദ്ധിയ? നാരായണ ഗൃഹീതയാ ബുദ്ധിയ, നാരായണനാൽ ഗ്രഹിക്കപ്പെട്ട ബുദ്ധി. നാരായണനെ ആകർഷിച്ച് ബലമായി ഗ്രഹിച്ചിരിക്കുന്നു. ഇദ്ദേഹം സ്വയം നാരായണനെ തന്നെ ഗ്രഹിച്ചുപോയിരിക്കുന്നു. അപ്പൊ നാരായണനാൽ അങ്ങട് പിടിക്കപ്പെട്ടിരിക്കുന്നു, നാരായണനെ തന്നെ അങ്ങോട്ടും പിടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നാരായണ ഗൃഹീതയാ ബുദ്ധിയ ഇതി വ്യവസിതഃ, ഇങ്ങനെ നിശ്ചയിച്ച്. അപ്പൊ നമുക്കും ഇപ്രകാരമുള്ള നിശ്ചയമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാൻ നമ്മുടെ ബുദ്ധിയെ ഗ്രഹിക്കണം, ആകർഷിച്ച് വലിച്ച് ഇഴുത്ത് ഭഗവാനോട് ചേർക്കണം. നാരായണ ഗൃഹീതയാ ബുദ്ധിയ ഇതി വ്യവസിതഃ. അപ്പൊ നമ്മുടെ ഉള്ളിലും ഈ പുരുഷാർത്ഥ നിശ്ചയമുണ്ടാവണമെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിക്കണം. അങ്ങനെയുള്ള അദ്ദേഹം അജ്ഞാനത്തെയും തതഃ അന്യഭാവം, അതിൽ നിന്നുണ്ടായിട്ടുള്ള അജ്ഞാനജന്യമായ അന്യഭാവം, ദ്വന്ദ്വഭാവങ്ങൾ, നാനാത്വം എന്നുള്ള ഭ്രമം, അതിനെയും ഹിത്വ. ഇവിടെ നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ലേ ഇല്ല അല്പം പോലും. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഏകവും അദ്വിതീയവുമായ ഒരു ബ്രഹ്മം മാത്രമാണ് സത്യം എന്ന് അറിഞ്ഞ് അന്യഭാവം ഹിത്വ സ്വം ഭാവം ആശ്രിതഃ. അപ്പോ തന്റെ ആ ദേഹ അഭിമാന ഭാവത്തേക്ക് വെടിഞ്ഞു. അതുകൊണ്ടാണ് അന്യഭാവമില്ലാതായത്. ദേഹത്തിൽ അഭിമാനമുള്ളത് വരെ അന്യഭാവം ഉണ്ടാവും. അപ്പൊ ദേഹാഭിമാനമെല്ലാം പോയി സ്വംഭാവം. എന്താണ് സ്വംഭാവം? സ്വരൂപം, സ്വകീയമായ സ്വരൂപം. അഹം ബ്രഹ്മാസ്മി എന്ന ആ ചൈതന്യത്തിൽ ഉറക്കുക മനസ്സ്. സ്വംഭാവം ആശ്രിതഃ, അതിനെ ആശ്രയിച്ചു. പരമാത്മഭാവത്തെ പ്രാപിച്ചു എന്നർത്ഥം. ഞാൻ പരമാത്മാവാകുന്നു, അല്ലാതെ ഞാൻ ജീവാത്മാവല്ല, ഈ ശരീരമല്ല
ഈ ഉപാധികളൊന്നുമല്ല, ഇതെല്ലാം എന്റെ സ്വരൂപത്തെ മറയ്ക്കുന്ന ഉപാധികളാണ് എന്ന് പറഞ്ഞ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമിർന്ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഇതാണ് ഹിത്വാ അന്യഭാവം അജ്ഞാനം തതസ്വം ഭാവം ആശ്രിത. എന്നിട്ടോ യത്തത് ബ്രഹ്മ പരം സൂക്ഷ്മം അശൂന്യം ശൂന്യകൽപ്പിതം ഭഗവാൻ വാസുദേവേതി യം ഗൃണന്തി സാത്വതാഃ. യത്തത് ബ്രഹ്മ പരം സൂക്ഷ്മം അശൂന്യം ശൂന്യകൽപ്പിതം ഭഗവാൻ വാസുദേവേതി യം ഗൃണന്തി സാത്വതാഃ. യത് തത് ബ്രഹ്മ പരം സൂക്ഷ്മം അശൂന്യം ശൂന്യകൽപ്പിതം. ഇത് ഏതൊന്നാണോ ആ പരമമായിട്ടുള്ള ബ്രഹ്മം, പരബ്രഹ്മം എന്ന് സൂക്ഷ്മമായി, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതുകൊണ്ട് സൂക്ഷ്മമായ പരബ്രഹ്മം എന്ന് ഏതൊന്നിനെ പറയുന്നുവോ, അശൂന്യം അതെന്താണ്? ശൂന്യമല്ലാത്തതാണ്, പക്ഷെ ശൂന്യ കൽപ്പിതം. മൂഢന്മാർക്ക് ശൂന്യ സമാനമാണ്, ശൂന്യമായി കൽപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? സൂക്ഷ്മമായതുകൊണ്ട്. ഇന്ദ്രിയ ഗോചരമല്ലാത്തത് ഇല്ലാത്തത് എന്ന് നിശ്ചയിക്കുകയാണ് ആര്? മൂഢന്മാര്. ശൂന്യം എന്ന് കൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ദ്രിയ ഗോചരങ്ങളായിരിക്കുന്നതൊക്കെയാണ് പൊള്ള, ശൂന്യമായിരിക്കുന്നത്, അസത്തായിരിക്കുന്നത്. അതിന്റെ കാരണം സൂക്ഷ്മമാണ്. അതുള്ളത് കൊണ്ടാണ് ഇതുള്ളതായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശൂന്യകൽപ്പിതമായി മൂഢന്മാർ കാണുന്നതും എന്നാൽ വാസ്തവത്തിൽ അശൂന്യമായിരിക്കുന്നതും. തീർച്ചയായിട്ടും നമുക്ക് വേണ്ട പോലെ ആചാര്യന്മാരിൽ നിന്ന് പ്രമാണങ്ങളെ ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ ബോധിക്കുന്നതാണ്, ഉള്ളതാണ് എന്ന് ബോധ്യം വരും. അല്ലാതെ ഇല്ലാത്തൊരു വസ്തുവിനെ കുറിച്ചല്ല നമ്മൾ ഉപനിഷത്തുക്കളിലും വേദങ്ങളിലും ഒക്കെ പ്രതിപാദിക്കുന്നത്. എത്രയോ കാലങ്ങളായി എത്രയോ ആചാര്യന്മാർ സഹസ്രാബ്ദങ്ങളായി സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വസ്തു, നമ്മള് ഈ ഒരു വസ്തു ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നെ ഞാനാക്കുന്ന ആ ചൈതന്യം ഇല്ല എന്ന് പറയുന്നവൻ സ്വയം നിഷേധിക്കുകയാണ്, സ്വയം ശൂന്യനായി തീരുകയാണ്. ഞാനുണ്ട് എന്നുള്ളതിന് പ്രമാണം ഞാൻ തന്നെയാണ്. ആ ഞാൻ ആരാണ് എന്നുള്ളതാണ് തെളിയിച്ചെടുക്കേണ്ടത്. അതിനാണ് ഈ പ്രമാണവാക്യങ്ങൾ, വേദവാക്യങ്ങൾ, തത്വമസ്യാദി മഹാവാക്യങ്ങൾ വിചാരം ചെയ്യേണ്ടത്. അത് ഗുരുമുഖത്തു നിന്ന് വേണ്ട പോലെ ശ്രവണം ചെയ്ത് മനന നിധിധ്യാസനങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് എന്റെ യഥാർത്ഥ അസ്തിത്വം, എന്റെ സ്വത്വം, എന്റെ സ്വരൂപം എന്ന് ബോധ്യം വരും. അങ്ങനെയുള്ള ആ സ്വരൂപത്തെ വേർതിരിച്ചറിഞ്ഞ് അതാണ് ഞാനെന്നുള്ള ഉറപ്പാണ് കിട്ടേണ്ടത്. അത് കിട്ടാത്തവർ, അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവർ, അറിയാത്ത മൂഢന്മാർ ശൂന്യം എന്ന് കൽപ്പിക്കുന്നു. ഈശ്വരൻ എന്നൊരു വസ്തു ഇല്ല, വെറും അന്ധവിശ്വാസമാണ് എന്നൊക്കെ വലിയ ബുദ്ധിജീവികളെന്ന് ഞെളിഞ്ഞ് നടക്കുന്നവരാണ് പ്രഖ്യാപിക്കുന്നത്. ബുദ്ധിജീവികൾ എന്ന ഒരു സമൂഹത്തില് വേഷം കെട്ടി നടക്കുന്നു. അവരെ പിന്തുടരുന്നവരോ അതേപോലെ ശൂന്യന്മാരായിത്തീരുന്നു. അന്തേനൈവ നീയമാനായതാന്താഹ. കണ്ണുപൊട്ടന്മാരാൽ നയിക്കപ്പെടുന്ന കണ്ണുപൊട്ടന്മാരായി നിരീശ്വരവാദികൾ, നാസ്തികന്മാർ ഒക്കെ അശൂന്യമായി കാണുന്നു. ഇല്ല, ഈശ്വരൻ എന്നൊരു വസ്തു ഇല്ല. അപ്പൊ ഈശ്വരനെ അവിടെ മാറ്റി നിർത്തുക. നീ ഈശ്വരനെ കുറിച്ച് നിന്റെ കൺസെപ്റ്റ് വേറെന്തൊക്കെയോ ആയിട്ടാണ് അല്ലേ? ഗണപതിയുടെ രൂപത്തിലും ശിവന്റെ രൂപത്തിലും കൃഷ്ണന്റെ രൂപത്തിലും ഒക്കെയുള്ള ആ കൺസെപ്റ്റും കൊണ്ട് നീ അങ്ങനെ ഒരു ഈശ്വരനില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല.
അത് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തുള്ളതായിട്ടുള്ള ആ ചൈതന്യം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായിരിക്കുന്ന ആ ചൈതന്യം, അത് തന്നെയാണ് നിന്റെയും ആത്മാ. നീയില്ല എന്ന് നീ നിന്നെ നിഷേധിക്കുമോ? നിന്റെ സ്വത്വത്തെ നീ നിഷേധിക്കുമോ? നിന്റെ അസ്തിത്വത്തെ നീ നിഷേധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂഢന്മാർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അതിന് ചിന്തിക്കണമെങ്കിൽ അതിനൊരു അന്ധക്കരണ ശുദ്ധി വേണം. അന്ധക്കരണ ശുദ്ധിയില്ലാത്തവർക്കും ഗുരുക്കന്മാരോട് വിധേയത്വമില്ലാത്ത അഹങ്കാരികളായിട്ടുള്ളവർക്കും ഈ കാര്യം ഒരിക്കലും ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് ചെവി കൊടുക്കുകയേ വേണ്ട എന്ന് പറയാം. അവർ നമ്മളെ കൂടി അതുപോലെയുള്ള മൂഢന്മാരാക്കി തീർക്കും. അപ്പോ അശൂന്യം ശൂന്യകൽപ്പിതം, വാസ്തവത്തിൽ അശൂന്യമാണ്. എന്നാൽ മൂഢന്മാർ, ചിന്തിക്കാത്തവർ, തത്വമറിയാത്തവർ ശൂന്യം എന്ന് പറയുന്നതും ഭഗവാൻ വാസുദേവേതി യം ഗൃണന്തി സാത്വതാഹ ഭക്തന്മാർ, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങൾ, അവര് ഭഗവാൻ വാസുദേവ ഇതി, ഭഗവാനായ വാസുദേവൻ എന്ന് യം ഗൃണന്തി, ഏതൊരുവനെ കുറിച്ച് പറയുന്നുവോ അത് തന്നെയാണ് ഇവിടെ പരം ബ്രഹ്മ. ആ പരമമായിട്ടുള്ള ബ്രഹ്മം, എല്ലാറ്റിൻ്റെയും ആധാരമായിരിക്കുന്ന വസ്തു, അതുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഉള്ളതായിരിക്കുന്നത്, അല്ലാതെ അതില്ലാത്തതല്ല. മുയൽക്കൊമ്പ് പോലെ, അല്ലേ, ആകാശകുസുമം പോലെ, വന്ധ്യാപുത്രനെ പോലെ, മരുമരീചിക പോലെ തീരെ ഇല്ലാത്തൊരു വസ്തുവല്ല നിങ്ങൾ കാണുന്നില്ല എന്നതുകൊണ്ട് ശൂന്യകൽപ്പിതമായി നിങ്ങൾ കാണുന്നതായിട്ടുള്ള ആ ചൈതന്യം, അതിനെ നിങ്ങൾ നിഷേധിച്ചാൽ ഈ ലോകത്തിന്റെ മുഴുവൻ അസ്തിത്വത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. നിങ്ങളുടെ അസ്തിത്വത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. അതുകൊണ്ട് എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്ന ആ സത്യത്തെയാണ് ഇവിടെ പറയുന്നത്. സത്യം പരം ധീമഹി. അശൂന്യമെന്നും ശൂന്യകൽപ്പിതമെന്നും സൂക്ഷ്മമെന്നും പരം ബ്രഹ്മമെന്നും ഭഗവാൻ വാസുദേവൻ എന്നും പറയുന്നത് ആ പരമസത്യത്തെയാണ്. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ഇങ്ങനെ ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് സന്ധാനം ചെയ്ത് ആ ബ്രഹ്മതത്വത്തിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ആ ഗഡ്വാംഗൻ തന്റെ ദേഹത്തെ വിട്ടു എന്ന് സാരം. കഥ ഇവിടെ തീരുകയാണ്. ഇനി നീട്ടേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത അധ്യായത്തിൽ ആ ഗഡ്വാംഗനിൽ നിന്ന് ആരാണ് മക്കള് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് 3-ാം ശ്ലോകത്തില് രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരുടെ അവതാരം പറയുന്നു. നാളെ വ്യാഴാഴ്ച അല്ലേ, നല്ല ദിവസം. നമുക്ക് രാമാവതാരം നാളെ കാണാം. വൈകുന്നേരം കുറച്ച് തിരക്കുകളുണ്ട്, നാളെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ ചിലപ്പോൾ വൈകുന്നേരമേ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ രാവിലെ കുറച്ച് കുട്ടികൾ കൂടി പുസ്തക വിതരണം ആഞ്ജനേയ സേവാ സമിതിയിൽ വെച്ച് രാവിലെ ഉണ്ടാവുമെന്ന് പറയുന്നു. നോക്കട്ടെ. അപ്പോൾ നാളെ വൈകുന്നേരം ഉണ്ടാവുള്ളൂ മിക്കവാറും. ഓക്കെ, എന്തായാലും നാളെ നോട്ടിഫിക്കേഷൻ നോക്കിക്കോളൂ. പറയൂ. എല്ലാവർക്കും ശുഭദിനം.